ഒരിക്കൽ ഒരു അച്ഛൻ തന്റെ മകനെക്കുറിച്ച് വളരെയധികം വിഷമിച്ചു. ഒരു കാലത്ത് വലിയ സാധ്യതകളുണ്ടായിരുന്ന ആ കുട്ടി പതിയെ ദുശ്ശീലങ്ങളിലേക്ക് വഴുതി വീണു. അത് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങിയത്. രാത്രി വൈകിയുറങ്ങുക, പഠനം ഒഴിവാക്കുക, തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒട്ടും ശ്രദ്ധിക്കാത്ത കൂട്ടുകാരുമായി മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുക. നിസ്സഹായതയോടെ തന്റെ മകന്റെ മാനസികാവസ്ഥ നെഗറ്റീവായി മാറുന്നത് ആ അച്ഛൻ നിസ്സഹായനായി നോക്കിനിന്നു. അവൻ നിരന്തരം കാര്യങ്ങൾ നീട്ടിവെച്ചു. ഓരോ ജോലിക്കും ഒഴികഴിവുകൾ പറഞ്ഞു. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ തുടങ്ങി. ഓരോ ദിവസവും കടന്നുപോകുന്തോറും ആ കുട്ടിക്ക് എന്താകാൻ കഴിയുമായിരുന്നു എന്നതും അവൻ എന്തായിത്തീർന്നു എന്നതും തമ്മിലുള്ള അകലം വർദ്ധിച്ചു. ചിന്താകുലനായി. എന്നാൽ ഇതൊരു കുട്ടിയുടെ മാത്രം കഥയല്ല. നമ്മളിൽ പലരുടെയും കഥയാണ്. സ്വന്തം നെഗറ്റീവ് ചിന്തകളുടെയും ദുശ്ശീലങ്ങളുടെയും ചക്രത്തിൽ കുടുങ്ങി യഥാർത്ഥ മാറ്റം സാധ്യമാണോ എന്ന് അത്ഭുതപ്പെടുന്നവരുടെ കഥ. ആ കുട്ടിയുടെ അധഃപതനം ഒറ്റരാത്രി കൊണ്ട് സംഭവിച്ചതല്ല. മടി പതിയെ അവനിലേക്ക് ഇഴഞ്ഞെത്തി. അവൻ വൈകി എഴുന്നേൽക്കാൻ തുടങ്ങി. തന്റെ അസൈൻമെന്റുകൾ അവഗണിച്ചു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഉപദേശങ്ങൾ ചെവിക്കൊണ്ടില്ല. അവന്റെ സ്കൂൾ പഠനം മോശമായി. അവന് ശ്രദ്ധയില്ലെന്ന് അധ്യാപകർ മനസ്സിലായി. സമയപരിധികൾ തെറ്റി. അവൻ തനിക്ക് പറ്റിയ പരാജയങ്ങൾ മറയ്ക്കാൻ വേണ്ടി കള്ളം പറയാൻ തുടങ്ങി. വേദനയോടെ അവന്റെ മാതാപിതാക്കൾ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ വാക്കുകൾ അവൻ കേട്ടില്ല. അവന്റെ ശീലങ്ങൾ അവന്റെ ഭാവിയെ നശിപ്പിക്കുമെന്ന് അവർ അവനോട് തന്നെ പറയുമായിരുന്നു. അവന്റെ ആത്മവിശ്വാസം പതിയെ മങ്ങിത്തുടങ്ങി. എനിക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ പറയാൻ തുടങ്ങി. ശ്രമം പോലും നടത്താതെ പിന്മാറി. നിരാശയോടെ താമസിയാതെ അവന്റെ കൂടെ പഠിച്ചവർ ജീവിതത്തിൽ മുന്നോട്ടു പോയി. ചെറിയ വിജയങ്ങൾ നേടിയപ്പോൾ അവൻ അതേ സ്ഥലത്ത് തന്നെ കുടുങ്ങിക്കിടന്നു. പരാജയത്തിന്റെ ഭാരം കൂടിവന്നു. അതോടൊപ്പം അവന്റെ ആത്മവിശ്വാസം തകർന്നു. ഒരു വഴിയുമില്ലാതെ ആ കുട്ടിയുടെ അച്ഛൻ വ്യത്യസ്തമായൊന്നു പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആളുകളുടെ ജീവിതം മാറ്റാൻ കഴിവുള്ള ഒരാളുണ്ടായിരുന്നു. വനത്തിന്റെ ആഴത്തിൽ താമസിക്കുന്ന ഒരു ജ്ഞാനിയെ കാണാൻ അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞു. തുടക്കത്തിൽ അവൻ സമ്മതിച്ചില്ല. എന്നാൽ കുറച്ച് നിർബന്ധത്തിനു ശേഷം അവൻ ഒടുവിൽ സമ്മതിക്കുകയും അടുത്ത ദിവസം രാവിലെ യാത്ര പുറപ്പെടുകയും ചെയ്തു. അവന്റെ യാത്ര അവനെ മരങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ ശാന്തമായ കുടിലിലേക്കെത്തിച്ചു. അത് ലളിതമായി തോന്നിയെങ്കിലും ഊഷ്മളവും സമാധാനപരവും സ്വാഗതം ചെയ്യുന്നതുമായിരുന്നു. സംശയത്തോടെ പുറത്ത് ഒരു വൃദ്ധൻ തന്റെ വീട് നന്നാക്കുകയായിരുന്നു. അവനൊന്നു മടിച്ചു. എന്നിട്ട് മുന്നോട്ടു ചെന്നു പറഞ്ഞു, സർ, എന്റെ അച്ഛനാണ് എന്നെ ഇങ്ങോട്ടയച്ചത്. എനിക്ക് ദുശീലങ്ങൾ പിടിപെട്ടിരിക്കുന്നു. നെഗറ്റീവ് ചിന്താഗതിയാണ് എനിക്കുള്ളത് എന്ന് അവൻ പറയുന്നു. ഞാനൊരു പരാജയമായി തോന്നുന്നു. നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാകുമോ? ജ്ഞാനിയൊന്നും പറഞ്ഞില്ല. പകരം അദ്ദേഹം ഒരു ചുറ്റികയെടുത്ത് നിലത്ത് ഒരു മരക്കുറ്റി അടിച്ചു. ആ കുട്ടി നിശബ്ദനായി. അവൻ ആശയക്കുഴപ്പത്തോടെ അദ്ദേഹത്തെ നോക്കി നിന്നു. പക്ഷേ ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം ആ കുട്ടി ഉപദേശം തേടി തിരിച്ചെത്തി. സർ, എനിക്കെങ്ങനെ എന്നെ തന്നെ നന്നാക്കാൻ കഴിയും? അവൻ വീണ്ടും ചോദിച്ചു. ജ്ഞാനി മുമ്പത്തെപ്പോലെ തന്നെ പ്രതികരിച്ചു. അതേ മരക്കുറ്റിയിൽ വീണ്ടും ഒരു അടി നൽകി. ഇത് 7 ദിവസത്തേക്ക് തുടർന്നു. ഓരോ തവണയും ആ കുട്ടി സഹായം ചോദിക്കുമ്പോഴും ജ്ഞാനി ആ കുറ്റിയിലടിച്ചു. അവനോടൊന്നും പറയുന്നില്ല, വിശദീകരണമില്ല. നിരാശയോടെ കലർന്ന ദേഷ്യത്തിൽ 8-ാം ദിവസം ആ കുട്ടിക്ക് സഹിക്കാനായില്ല. നിരാശനായി അവൻ ഉറക്കെ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ഉത്തരം തരാത്തത്? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശാന്തമായി പുഞ്ചിരിയോടെ ജ്ഞാനി ഒടുവിൽ തിരിഞ്ഞ് പുഞ്ചിരിച്ചു. ഞാൻ എല്ലാ ദിവസവും നിനക്ക് ഉത്തരം നൽകുകയായിരുന്നു, അദ്ദേഹം പറഞ്ഞു. നിനക്കത് മനസ്സിലാക്കാൻ സമയം കിട്ടിയില്ല എന്നു മാത്രമാണ്. അദ്ദേഹം ആ കുറ്റിയിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു. നീ ആദ്യം വന്നപ്പോൾ അത് അയഞ്ഞതും ദുർബലവുമായിരുന്നു. ഒരു അടികൊണ്ട് ഒരു മാറ്റവും സംഭവിച്ചില്ല. പക്ഷേ ഞാൻ നിർത്തിയില്ല. എല്ലാ ദിവസവും ഞാൻ അതിനെ വീണ്ടും വീണ്ടും അടിച്ചു. ഇപ്പോൾ അത് ഉറച്ചതാണ്. നിലത്ത് ദൃഢമായി ഉറച്ചിരിക്കുന്നു. ഇനി അത് എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ കഴിയില്ല. നിന്റെ മനസ്സ്, അദ്ദേഹം തുടർന്നു, ഈ കുറ്റി പോലെയാണ്. ഇപ്പോൾ അത് സംശയം, മടി, ഭയം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. ഒരു നല്ല പ്രവൃത്തി കൊണ്ട് എല്ലാം മാറിയെന്ന് വരില്ല. എന്നാൽ ദിവസേനയുള്ള പരിശ്രമം, ചെറിയ സ്ഥിരമായ ശീലങ്ങൾ ശക്തമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ആ കുട്ടി ശ്രദ്ധയോടെ കേട്ടു. ലളിതമായി തുടങ്ങുക, ജ്ഞാനി പറഞ്ഞു. രാവിലെ എഴുന്നേൽക്കുക. നിന്നോട് തന്നെ ഒരു നല്ല വാക്ക് പറയുക. ശ്രമം ഉപേക്ഷിക്കാതെ ഒരു ചെറിയ കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഈ ചെറിയ ശ്രമങ്ങൾ ആദ്യം ദുർബലമായി തോന്നിയേക്കാം, പക്ഷേ ആവർത്തനത്തിലൂടെ അവ ശക്തമാകും. ആ കുട്ടിക്ക് കാര്യം മനസ്സിലായി തുടങ്ങി. മാറ്റം ഉച്ചത്തിലുള്ളതോ നാടകീയമായതോ ആകേണ്ടതില്ല. അത് ഒറ്റയടിക്ക് സംഭവിക്കേണ്ടതില്ല. യഥാർത്ഥ പരിവർത്തനം നിശ്ശബ്ദതയിൽ, സ്ഥിരോത്സാഹത്തിൽ, ബുദ്ധിമുട്ടുള്ളപ്പോഴും മുന്നോട്ടു പോകുന്നതിലാണ് സംഭവിക്കുന്നത്. ഓരോ അടിയിലും കുറ്റിക്ക് ശക്തി കൂടിയതുപോലെ ഓരോ ശ്രമത്തിലും നമ്മുടെ മനസ്സിന് ശക്തി കൂടും. ഓരോ തവണയും നമ്മൾ ഒരു നെഗറ്റീവ് ചിന്തയെ ചെറുക്കുമ്പോഴും, ഓരോ തവണയും നമ്മൾ മടിയെ മറികടന്ന് പ്രവർത്തിക്കാൻ തെരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ആ കുറ്റിയിലടിക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും നേരത്തെയുള്ള ഉണർവ്, ഓരോ പേജിലെ പഠനം, ഓരോ ഒഴികഴിവും ചെറുക്കൽ, ഇവയാണ് നമ്മെ രൂപപ്പെടുത്തുന്ന അടികൾ. ആ കുട്ടി ചെറുതായി തുടങ്ങി. അവൻ രാവിലെ അലാറം വെച്ചു. ദിവസവും 15 മിനിറ്റ് മാത്രം പഠിച്ചു. അവൻ തന്നോട് തന്നെ പറഞ്ഞു, എനിക്കിത് ചെയ്യാൻ കഴിയും. കാലക്രമേണ ആ ശ്രമങ്ങൾ അവന് ചെറുതായി തോന്നിയില്ല. അവ അവന്റെ അടിത്തറയായി മാറി.
മാറ്റത്തിന്റെ സന്തോഷത്തോടെ. ആഴ്ചകൾ കടന്നുപോയി. ആ കുട്ടി പൂർണ്ണനായിരുന്നില്ല, പക്ഷേ അവൻ വ്യത്യസ്തനായിരുന്നു. അവന് ഇപ്പോഴും വെല്ലുവിളികളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൻ അവയെ നേരിട്ടു. അവന്റെ അധ്യാപകർ അത് ശ്രദ്ധിച്ചു. അവന്റെ മാതാപിതാക്കൾ പുഞ്ചിരിച്ചു. അവന്റെ സുഹൃത്തുക്കൾക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് അറിയാൻ താൽപ്പര്യമുണ്ടായി. ഉത്തരം ലളിതമായിരുന്നു. അവൻ എല്ലാ ദിവസവും ആ കുട്ടിയിൽ അടിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്കും കഴിയും. മാറ്റം ഒരു തിരഞ്ഞെടുപ്പാണ്. ജീവിതത്തിൽ മാറ്റം ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനാലാണ്. എന്നാൽ അങ്ങനെയാണ് ശീലങ്ങൾ രൂപപ്പെടുന്നത്. ദുശ്ശീലങ്ങൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, നല്ല ശീലങ്ങളും അതുപോലെ തന്നെ. എന്നാൽ സമയവും ക്ഷമയും പരിശീലനവും ഉണ്ടെങ്കിൽ നമുക്ക് പഴയതിനെ പുതിയതുകൊണ്ട് മാറ്റിസ്ഥാപിക്കാൻ കഴിയും. പ്രചോദനം വാതിൽക്കൽ വരുന്നതുവരെ കാത്തിരിക്കരുത്. തുടങ്ങാൻ അനുയോജ്യമായ ദിവസം വരുന്നതുവരെ കാത്തിരിക്കരുത്. ഇപ്പോൾ തുടങ്ങുക. ചെറുതായി തുടങ്ങുക. സ്ഥിരത പുലർത്തുക. ആത്മവിശ്വാസത്തോടെ. ആ കുട്ടിയെയും ജ്ഞാനിയുടെ കുട്ടിയെയും പോലെ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. ഓരോ നല്ല പ്രവൃത്തിയിലും നിങ്ങൾ ശക്തരാകും. ഓരോ ആവർത്തിച്ചുള്ള ശ്രമത്തിലും നിങ്ങളുടെ മാനസികാവസ്ഥ മാറും. നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളല്ല. നിങ്ങൾ കുടുങ്ങിയിരിക്കുകയല്ല. ഓരോ ദിവസവും മെച്ചപ്പെടാനുള്ള ഒരവസരമാണ്. അവസാനമായി ശക്തമായ ശബ്ദത്തിൽ. അതുകൊണ്ട് ചുറ്റിക എടുക്കുക. കുറ്റിയിലടിക്കുക. കാലക്രമേണ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ആയിത്തീരുമെന്ന് വിശ്വസിക്കുക.